ഞാൻ പറയട്ടെ. എനിക്ക് തിരിച്ചു പറയാം, എനിക്ക് എന്നെ കണ്ടു. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ റിക്വസ്റ്റ് ചെയ്ത പോലെ ഫൈനലി മിനി ഊട്ടിയിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോ ഇവിടെ എന്തൊക്കെയാണ് ഇപ്പൊ പുതിയ അഡീഷൻസ് നമ്മൾ ഇവിടെ നമുക്ക് ഒരു മുയലുണ്ട്. അത് നമുക്ക് മുയല് അല്ല പന്നി. ഇതിനെ വെച്ചാണ് നമ്മൾ ഈ സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് മൊത്തം നടത്തുന്നത് ഗിനിയ പിഗിലല്ലേ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സാധാ മുയല്, നാടൻ മുയലല്ല. ഇതിന്റെ ചെവി ഉണ്ടോ? ആണോ? പൂച്ചേനെയാണ് നമുക്ക് കിട്ടണ്ടേ. ഇവിടെ ഇവിടെ അരയണ്ണൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതെന്താ ഇനി ചെയ്യാ? കടിക്കൊന്നുമില്ല അത്. പല്ലോ താറാവും അതേമാതിരി തന്നെ പല്ലുണ്ടോ? കുറച്ച് ഡേഞ്ചർ ആണോ? ഒട്ടക അവിടെ ഉണ്ടോ? നമുക്ക് ചിലപ്പോ കുറച്ചുകൂടി കൂട്ടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ആരെങ്കിലും കൊത്തുന്നൊരു വീഡിയോ കിട്ടും. വയറിലാവും. പിന്നെ കയ്യിലൊക്കെ നക്കണു. അപ്പൊ നമ്മളിതാ ഫൈനലി ഞാൻ ഇട്ടു പരമശിവൻ കഴുത്തിൽ ഒരയുമ്പോണ്ടല്ലോ നല്ല സുഖം. മസാജ ആണോ? ചക്കര കൂട്ട കണ്ണിക്ക് കൊത്തോ? വലിയ വിഷയൊന്നുമില്ല കേട്ടോ. ഇല്ല കുഴപ്പമില്ല. സീരിയസ് ആയിട്ട് നമുക്ക് പ്രണവിന്റെ വീഡിയോ ആരും വരത്തില്ല. നിക്കത് കയ്യില് കണ്ണൊക്കെ പുറത്തിനോടോ. ചേട്ടാ ഇതൊന്നും എടുത്ത് കളഞ്ഞു. കടി ഇത് അതുകൊണ്ടായിരിക്കും കടിക്കാത്തത്. വിഴുങ്ങുന്നുണ്ട്. ഒറ്റടിക്ക് ആണോ? നാക്ക് തട്ടുമ്പോ ഒരു കിരികിരിക്കില്ല. വിടരുതേനെ കരയരുത്. കണ്ണെന്ന് വെള്ളം കയറുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എടുക്കാതെ പ്രശ്നമല്ല കേട്ടോ. ഒന്നും വെച്ചില്ലല്ലോ കയ്യില്. ഇല്ലില്ല, അവിടെ ഒന്നും വെച്ചിട്ടില്ല. അവിടെ എടാ ഇടിക്കടാ. ഇഷ്ടം പോലെ ഇങ്ങനെ പേടിക്കാതെടാ. എന്താണ് എന്താണ് ഞങ്ങളെ ഫ്രണ്ട്സായി. മാന്തോ ആരാ എന്താ കടി കൂടലടാ കുട്ടന്മാരെ. ഇതൊന്നും കാട്ടര്. നമ്മുടെ നെക്സ്റ്റ് ആണ്. ഇതെന്ത് പേടാ? അത് എന്തൊരു പേട്? എന്തൊരു പേട്? സീറ്റ് കൊടുക്കാൻ പറ്റും. കണ്ടോ? അവിടെ നിന്നോ, അങ്ങോട്ട് പൊക്കോ. അതവിടെ ഇരുന്ന് തിന്നോളൂ. നിന്നെ വേണ്ട. ആ സൂപ്പർ.
കുറച്ച് വലിയ ഐറ്റാണ്. കയ്യിലൊന്നുമില്ല. പേടി പോയി പണ്ടാരോ. ഏത് ആണോ ആണോ പേടിപ്പിക്കല്ലേ. ഇതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോവത്? കഴിഞ്ഞോടെ വന്നപ്പോണ്ടല്ലോ ഇതിന് ഒരു സെക്കൻഡ് ഭയങ്കര ഇഷ്ടായിട്ടോ. ഇതൊക്കെ ആക്രമിക്കോ എല്ലാരും? ഉള്ളുണ്ടോ? ഇല്ല മാണ്ടാനായിട്ട് വേണ്ട വേണ്ട വേണ്ട. മീന് തീറ്റ കിട്ടിട്ടോ. എങ്ങനെ നമ്മള് കൈ മുക്കിയിട്ട് വെക്കണ്ടേ? അറ്റാക്കിങ് കണ്ടോ? കൈ മടക്കിട്ട് വെക്കാം. അപ്പൊ അവര് വിചാരിക്കും ഇപ്പൊ കിട്ടുന്നു. മടക്കിട്ട് വെക്ക്. വരനൊക്കെ കൊത്തിക്കൊണ്ടോളൂ. കണ്ടോ? കൈ മടക്കിട്ട് വെക്കുമ്പോ കണ്ടോ? പിന്നെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. ഉള്ളിലുണ്ടല്ലോ. അത് കുറച്ചുകൂടി ചോദിക്കാം. വേണ്ട പറ്റിച്ചു. ഞാൻ മടക്കിയ പിടിക്കണേ. അപ്പൊ ഉള്ളിൽ എന്തുണ്ടെന്ന് തോന്നട്ടെ പൊട്ടന്മാര്. അനക്കതൊന്നും തോന്നുന്നില്ല. ഇല്ല നല്ല രസല്ലേ? മടക്കിട്ടോ. ഈ ഒരു എക്സ്പീരിയൻസിൽ എത്ര റേറ്റ് ചെയ്യുന്നു പറഞ്ഞെടുക്കാം. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഇല്ലേ ഫീലായില്ലേ? ഇങ്ങനെ അത് തുറക്കാതിരുന്ന് കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ നോക്കിപ്പോകും. ചെറിയ മാനിക്യൂറാവും ഇത്. വെറുതെ പാർലറിൽ പോയി സമയം കളയണ്ട. അല്ലാതെ ഇത് ഞാൻ വായില് അല്ല എന്റെ കൈ കാട്ടിയിട്ട് ഞാൻ വെച്ചിട്ട് ഇതിന്റെ മേത്ത് വരൂല. അപ്പൊ ആര് ഒന്നും കൊണ്ട് വന്നു. അതെ അങ്ങനെ തന്നെ പേടിക്ക് മാറാം. ഈ ഷെമിൽ അഭിനയിച്ച് കുറെ നേരം നിൽക്കുന്നുണ്ട്. അടുത്ത് എനിക്കിപ്പോ പേടിയില്ല. ആ പേടിയില്ലാത്തതാണ് കയ്യില് തീറ്റല്ലാത്തോണ്ട്. കയ്യില് തീറ്റുണ്ടാവും കുറെ കൂടി ഇടിച്ചു കയറി വരും. അപ്പോഴത് അതാണ് തുറക്കാതെ വെക്കണേ. അല്ല തുറന്നില്ലെങ്കിലും വരും. കാരണം കണ്ടോ ഫൈനലി നമ്മൾ പൂച്ചനെ തൊട്ടു. പൂച്ചനെ തൊട്ട് പാമ്പിനെ തൊട്ടു. ഞാൻ തൊടാം. പേര് ഉപ്പല്ലേ? അതിന് ഈ ചെക്കന്മാരുടെ പണിയൊക്കെ പക്ഷേ അതുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ചെക്കനോട് വന്നോ. തെറ്റാണേ. അങ്ങനെ അവസാനം പ്രണവ് തൊട്ടു. മനസ്സിലാവേണ്ടത് തന്നെ എനിക്ക് സംശയം. നിന്റെ കുക്കൂനെ എല്ലാം ഇപ്പൊ എല്ലാം കൊച്ചു കൊടുക്കുന്നതാണ്. അത് സ്കൂളിൽ ഇപ്പൊ പ്രണവിനെ അധികം ഷെമിലിനെ അധികം ചാടും. അവന്റെ കൈ പിടിക്കാൻ വാ വാ കുക്കു വാ കുക്കു വാ വാ വാ. അതാണ് ഇതിന്റെ പ്രശ്നം കൊണ്ടാവും.
തിരിച്ചു കറി വെക്കും. അതിന് വരുന്ന ചോദിച്ചു നോക്കും. ബംഗാൾ പൂച്ച. അവിടെ അപ്പിട്ട നന്നായിരുന്നു. ആ ഒരു ബാക്കൂടെ എന്താണ് ചിരിക്കലേ? പ്രണവ് 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 ഇവിടെ 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 വാ ഇവിടെ വാ. അങ്ങനല്ല വില എങ്ങനെ പിടിച്ചെടുക്ക കുരൊക്കെ കുരുണ്ടല്ലോ അല്ലെ സീഡ് ആണോ? അതെ ഫുള്ള് മേക്കപ്പാ. നാവ് വിളിക്കണ പേടിക്കല്ലേ അവിടെ ഉമ്മ. അതിന് വാങ്ങട വാങ്ങി ഞാൻ വരില്ല. അത് കുരുവാണല്ലോ. ആ കുരുവാണെ കടിച്ചു വെക്കണേ. വേദന ഉണ്ടോ? എടുക്ക് എടുക്ക് മേത്തുനിന്ന് എടുക്ക്. അപ്പൊ അങ്ങനെ നമുക്ക് ചോര കിട്ടി. പട്ടി കടിച്ച് ആടെ കുരുണ്ടായിരുന്നു തോന്നുന്നു. കുരുണ്ട്. ഇത്ര നേരം ഒന്നും കണ്ടില്ല. ഇത് കൊത്തൊക്കെ ചെയ്യും. അതിനെ അങ്ങോട്ട് കൊണ്ടുപോവാ. അതിനെ ദേഷ്യപ്പെടുത്തി വെക്കേ. കത്താനായിരുന്നു പോയാലോ ഒന്ന് പുറത്തേക്ക്. അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി വേണോ? തുറക്കേ. ആരാതി വാ. പ്രണവ് ഇങ്ങോട്ട് വാ. ഞാൻ തീരെയും വരൂല. തുറക്കല് തുറക്കല് പുറത്തേക്ക് വരും. ആരെ നോക്കണേ? എല്ലാവർക്കും നായക്കുട്ടികളുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു ഇവനാണ് നമ്മളെ നോട്ടിട്ടിട്ടുള്ള, എന്താ അതിൻ്റെ പേരറിയില്ല. ഭയങ്കര പ്രശ്നമാണ് ഇവൻ. സമാധാനം തന്നിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ പൂച്ച ഉണ്ടോ? പൂച്ച അതിന് നമ്മൾ തലോടി. കയ്യിനെപ്പോഴും ചോമുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ അത് വല്ലാത്ത ധൈര്യം കേട്ടോ. സംഭവം ചെയ്ത് കഴിഞ്ഞാ അനക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. കഴുത്തുകൂടെ ഞാൻ കഴുത്തുകൂടെ ഇട്ടു പെട്ടെന്ന് തോന്നിയതാ. ഒന്നും ചെയ്യല ഒന്നും ചെയ്യല. എക്സ്പ്രഷൻ നോക്കിയാ ഒന്നും ചെയ്യൂല. കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഒന്നും എടുക്കല ആ പേര് ഒന്നും ചെയ്യൂല.
നാളത്തെ വയറ് വീഡിയോ വിറക്കണവൻ. കയ്യോട്ടെ കൈ വിറക്കണ്ടോ? ഒന്നുകൂടി അത് ശ്വാസം വിട്ടോ, ഞാൻ അതൊക്കെ ചെയ്തത്. ഒറ്റയ്ക്ക് ഇങ്ങനെ ശരിയോ? ഇല്ലല്ല അതൊന്നും ആവില്ല. ആരാ പറയണേ? ആരാ പറയണേ? ഇവിടെ നമുക്ക് സ്റ്റാച്ചു പോലെ നിൽക്കുന്ന അഭിനയിക്കാണോ? വീഡിയോ പോയോ? ശരിക്കും പേടിയാണ്. ഇപ്പൊ അപ്പുറത്തുനിന്നൊരു പടക്കം പൊട്ടിച്ച ഒറ്റ അടിക്ക് തീരും. പടക്കം പൊട്ടിച്ച ആ അടിക്കാൻ ഞാൻ അതിൽ ചോദിച്ചില്ല. കൈത്തിലിട്ടോ ധാരാളം മണി കൈത്ത് വേണ്ട. കൈത്തിനുണ്ട സുഖ. കയ്യമ്മ ഇരിക്കണായിട്ട് തോന്നുന്നു. കൈത്തിലാകുമ്പോ ഒന്നും അറിയില്ല. മസാജ് അല്ലേ? ഓനതിന് ഭയങ്കര സിമ്പിൾ ആയിട്ടൊക്കെ എടുക്കുന്നതാ. സംഭവം തല താത്തിക്കാക്കിയാണ് തല കയ്യുമ്പോ കൂടെ അങ്ങനെ പറയാം. തിരിയുമ്പോ കിട്ടണം മുഖം. അതിങ്ങനെ ഷർട്ടിന്റെ ഉള്ളിൽ കൂടെ കയറുന്ന ആലോചിച്ചൊക്കെ നല്ല രസമാണ്. പിന്നെ കിട്ടില്ല ഞാൻ എന്റെ കുളിക്കാരെ പറയണ്ട. ഞാനങ്ങ് ഷർട്ട് കോട്ടായി. പിന്നെ അതാ അലാറം അടിക്കണ പോണേ. ചോറിന അലാറം കൈയെടുക്ക് അന്റെ കൈയെടുക്ക് അന്റെ കൈയെടുത്തോ. കൈയെടുക്ക് ഈ കൈയെടുത്തോ. കൈയെടുക്ക് എടുക്കുമ്പോഴാണ് വെക്കുമ്പോഴാണ് പ്രശ്നം. അവൻ വരച്ചിടിച്ചു. എല്ലാം കഴിഞ്ഞ് ഇവിടെ ആരെയും പാടുന്നു. അവൻ വാഷ്റൂമിൽ പോയതല്ലേ? വാഷ്റൂമിൽ പോയത് എനിക്കറിയില്ല. ഇപ്പത്തെ പിള്ളേരൊക്കെ പാവങ്ങളുടെ ഇവിടെ റിയാക്ഷൻ. അയ്യോ ക്യാമറ കണ്ടപ്പോ ഒന്ന് ഇത് മറ്റേ പാസില് മറ്റേ തിന്നണ പോലെ ക്യാമറ ഫുൾ ഡീസന്റ്. ആനങ്ങൊന്നും കൂടി ഇല്ല. എന്നിട്ട് എന്റെ പേര് എനിക്ക് നല്ലറി തീർക്കണം. എനിക്ക് നല്ല വിഷമം. ഇതേപോലെ തന്നെ ഇരുന്ന പോലെ അങ്ങനെയല്ലേ? എനിക്ക് ഛർദിക്കാൻ വരുന്നേ. ആ ചിരി അങ്ങോട്ട് പോട്ടെ. അവർക്കൊന്ന് കരയാനാ. ഒന്ന് മാറ്റി കൊടുക്കാം. മാറ്റി നീ കരഞ്ഞോ? അയ്യോ ഫുൾ ഡീസന്റ് എന്നൊക്കെ ഒരു എക്സ്പ്രഷനും ഇല്ല. എനിക്ക് വിഷമം. എനിക്ക് പേടില്ല. ഇത് ഇങ്ങനെ കിട്ടുള്ളൂ. അതെ. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോ എവിടെയാണ്? നമ്മളിപ്പോ മിനിയൂട്ടിയിലെ പെറ്റ്സ് പാർക്കിലുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെ റിക്വസ്റ്റ്. ഇതിലാദ്യം പോണ്ടത് ഹെലനെയാണ്. ആ ചെമ്പരത്തിന്റെ ക്ലിപ്പും വെച്ചിട്ട്. എടാ അങ്ങനല്ലടാ, അങ്ങനല്ല പോണ്ട്. അടുത്തടുത്ത് ഞാൻ അടുത്തതായി എം ജിമ്മിന്റെ അഭിമാനമായ ഒന്നും കൂടി. താങ്കൾ 1 minute.
എടുക്കട്ടെ പോട്ടെ ആ പോട്ടെ ആ ആ വന്നില്ലേ ഇത്ര ഉള്ള പരിപാടി ഇതെങ്ങനെ പൊട്ടി പോകണ്ടല്ലോ. അയ്യോ നമ്മള് വളർത്തും പൈസ സാധനം ഇതൊക്കെ വെള്ളാട്ടോ. ആ 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രം ആ ബുദ്ധി കൊണ്ട് നെയ്ത് വെച്ചിട്ടില്ല. അല്ല വലുപ്പത്തിന് മാത്രല്ല ബുദ്ധി കൊണ്ടും പറ്റും. റൈഡ് നമുക്ക് എന്താ കിട്ടുകൂടെ? അതെ സത്യമാൻ തല ചെറുതായിട്ടേ. എല്ലാം എങ്ങോട്ടാ പോണേ? ഞാൻ ഒട്ടകത്തിന് സംസാരിക്കാം. പാവുണ്ട്. ഹലോ എന്തൊക്കെയുണ്ട് ചേച്ചി? ഇവിടെ വന്നിട്ട് ആകെ ബുദ്ധിമുട്ടാ തോന്നുന്നുണ്ടല്ലേ? പാവുണ്ട്, കൂട്ടൊന്നുമില്ല, ഒറ്റയ്ക്ക് സിംഗിൾ ലൈഫ്. മൈൻഡ് ആക്കാതാ എന്നാ ആരും അങ്ങനെ കടിക്കോ തിന്നോ? നല്ല ഒട്ടാ തലയെടുപ്പോടെ നിക്കാണ്, തല താഴ്ത്തൂല അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ആടുജീവിതത്തിൽ അഭിനയിച്ച പുള്ളിയാണ് guys. തക്ക തലേ. നമ്മുടെ പൃഥ്വിരാജിന്റെ തോളോട് തോളിയായിരുന്നു അഭിനയിച്ച ഒട്ടകം. ആ ക്യാമറേന്റെ കണ്ണിലാ ലെൻസ്. ഹലോ കണ്ണിന്റെ മോൻ കിട്ടും. ഇങ്ങോട്ട് വരാം, അങ്ങോട്ട് തിരുവണ്ണ. നായല്ല തൊട്ടകാണ്. ഒട്ടകത്തെ തൊട്ട് കളിക്കുന്നവന്റെ ആ അടിക്കണം. കാലും കൊണ്ട് നമ്മുടെ പൃഥ്വിരാജിന് ഓസ്കാർ കിട്ടാൻ ദേശീയോ ദേശീയ മൃഗത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയാം. ഒട്ടകത്തെ തൊട്ട് കളിക്കുന്നവനെ 10 രൂപ കഴിക്കണം. ഇതെന്താ സംഭവം? കുതിരയാണത്. കുതിരയുടെ പേടിയാണ് എനിക്ക്. അത് ഭയങ്കര സ്പീഡായി. ആ പേടി എന്താ പേടി? ആ കുതിരേനെ വല്ലാതെ അടുപ്പിക്കണ്ട കേട്ടോ, പ്രശ്നാവും. മാനസികമായി തകർന്നിരിക്കുക പെണ്ണുമ്പളെ ചതിച്ചു പോയി. എന്തായിരിക്കും ഇതിന്റെ ഒരു ഫീലിങ്സ്? എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഞാൻ എവിടെയോ ഓടി നടക്കണ്ട. ഞാൻ കൂട്ടിലെ ഇന്റെ പുറത്തേക്ക് ഇട്ടാൽ കൂട്ടിക്കന്നെ പോകും. ഇതിനെ പേടില്ല കേട്ടോ. അതൊന്നും ചെയ്യില്ല. അതിന് പ്രണയം വേണ്ട, കൊറേ നേരം പൂച്ചിട്ടല്ലേ. എടുത്തു കൊടുക്ക. വേണ്ട, അത് വെച്ചു കൊടുത്താൽ എടുത്തിട്ട് വെള്ളം വിടുന്നില്ല കേട്ടോ. മാന്തും 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 ഉറക്ക മതി. ഭയ്യ വിടല്ലോ അവിടെ തന്നെ ഇതിന്റെ മുഖത്ത് ഇപ്പോഴും നെർവസ്നെസ് ഉണ്ട്. അത് നമ്മള് അഭിനയിക്കില്ലാത്ത പോലെ അഭിനയിക്കണോ? ഒന്ന് ഡീപ് ബ്രെത്ത്. കണ്ടോ കൊഞ്ചിക്കണരൊക്കെ കാട്ട് അഭിനയിച്ചു. പക്ഷെ ആ മുഖത്തുനിന്ന് പേടി പോണില്ല. അത് സത്യം. അവൻ അഭിനയിച്ചില്ല ഒന്നുമില്ല കേട്ടോ. കൈ ഒന്നും ചെയ്യാം. ഒന്നുമില്ല. അത്ര ഉള്ളു. നല്ല സോഫ്റ്റ് അല്ലേ? പ്രണയനെക്കാട്ടും പേടിയുണ്ട് അതിന്. പ്രണയന്റെ കൈ മേടിക്കുമ്പോ പിന്നെയാണ് അതങ്ങനെ എടാ ഇങ്ങനെ എടുക്കണ്ടേ? ഇങ്ങനെ എടുക്കണ്ടേ? തിരികെ കേട്ടാ കുറച്ച് ഷോർട്സ് ഇടാനുണ്ട്. സബ്സ്ക്രൈബേഴ്സ് വേണ്ടി എന്തും ചെയ്തൊക്കെ എന്താ പോയില്ലെങ്കിൽ वैसे नहीं आता है ना हाथ में. ये नॉर्मल कैसा चूहा है? ഹാംസ്റ്റർ. നമ്മൾ ബുദ്ധിമുട്ടിച്ചാലേ ഹാംസ്റ്റർ കൊണ്ട കുഞ്ഞു കുട്ടികളാ. ഇതാണ് വെള്ളക്കിരി. പക്ഷെ വെള്ളക്കിരി പോയി. നീപ്പിക്കൂല ഞാൻ അവിടെ. ഇവിടെ ചെറിയ കിളികളാണ്. അത് ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന ആണോ? എന്തോ ആണ് അപ്പുറത്തെ എത്തിയിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് വരുന്ന വ്ളോഗ് പറഞ്ഞ
കൊക്കറ്റിയൽ എന്നാണത് അടി. ഇജ് വയറിലാവും. അപ്പൊ ഇത് ഓസ്ട്രേലിയ, അതും ഓസ്ട്രേലിയ. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഒന്നിച്ച് ഒരു കൂട്ടിലിട്ടേക്കണം. ഒരു രാജ്യക്കാരാണ്. ഞങ്ങള് വന്നിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിയാനായി. അപ്പ ഇരുന്നതാണ് അവനും. വാങ്ങുന്ന പൈസക്കും തിന്നണ ചോറിന് എന്തെങ്കിലും നന്ദി കാണിച്ചു. ഒരാക്ഷൻ പോലും ഇല്ല. ഇതിന്റെ ഒരു എന്താ പറയാ സ്റ്റാച്ചു. ഞാൻ അതന്നെ അതാണോ അത്? അല്ലല്ല, തല നിങ്ങണ്ട്. വേണ്ട വരുമ്പോ തൊട്ട കടിക്കാനുള്ള ഗ്യാപ്പില്ല. ഇത്ര നീളമുണ്ട്. എന്താ സാധനം? ഓ ഇത് നല്ല ക്ലിയർ കിട്ടുന്നുണ്ട്. പോക്കറ്റ് മങ്ങേന്റെ പല്ല് കാണിച്ചു കൊടുക്കാൻ നല്ല രസം. ഓ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഈ ക്ലിയർ ഉണ്ട് അല്ലേ? പല്ല് എവിടെ മോനോസേ? പല്ല് കാണിക്കും. പല്ല് പേരെവിടെ? കണ്ട രാജ്യങ്ങളിൽ കാണപ്പെടുന്നൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ രാജ്യത്തിലും. അപ്പോ ഗൈസ് നമ്മൾ പെറ്റ് പാർക്കിൽ സക്സസ്ഫുൾ ആയിട്ട് വന്നു. ഇങ്ങനെ നമ്മളുടെ ഫിയർ ഏകദേശം തീരാനായി. പുറത്തേക്ക് വന്ന കണ്ണ് ഇതുവരെ അകത്തേക്ക് പോയിട്ടില്ല. ഞങ്ങൾ മടങ്ങാണ്. നമുക്ക് പക്ഷെ ഇതിങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടുത്തെ വ്യൂസ് നിങ്ങൾ കാണും. നൈസ് കിട്ടും. ഞാൻ മീനിയൂട്ടിയുടെ അറ്റം ഇവിടുന്ന് എടുക്കട്ടെ. 1:30 1:45. ഇവരൊക്കെ നമ്മളുടെ കൂടെ വന്നിരുന്നു. അവര് പോയി. അപ്പോ അങ്ങനെ എങ്ങനെയുണ്ട്? ഫിയർ ഒക്കെ പോയോ? പോയി. നമുക്ക് ചെക്ക് ചെയ്യാൻ ഉണ്ടോ? നമുക്ക് വരും. ഒരു ബിരിയാണി കൂടി വാങ്ങി തന്നെ നമുക്ക് ഇതങ്ങോട്ട് ഇത്ര എച്ചിയായിട്ടുള്ള യൂട്യൂബ് ചാനൽ ആവരുത്. പണമില്ല. ചാനലാണ്. നമ്മള് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ എന്നും ബിരിയാണി. സബ്സ്ക്രൈബേഴ്സിലെ ഒരാളെയും കൊണ്ട് നമ്മൾ ബിരിയാണി കഴിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാം. തന്നെ കൊണ്ട് പോവാം. എല്ലാരും ബെല്ലൈക്കൺ അമർത്തുക. പിന്നെന്താ സാധനം എന്താ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയുള്ള? അതിന്റെ ഉള്ളിൽ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ്. നെയ്ച്ചോറും ലെഗ് പൈസ് മാറ്റി തരും. ലെഗ് ഏതാ വേണ്ടേ? അല്ലെങ്കിൽ പീസ് മാറ്റി തരാൻ പറയാനാണ്. കിട്ടി. എല്ലാ പ്രശ്നമായി. ഞങ്ങളിത് കഴിക്കാൻ പോവാണ് ഗൈസ്. ആ വീഡിയോ എടുക്കണം. ഇന്നത്തെ ഫണ്ട് പൈസ കൊടുക്കും. 500 രൂപയാണ് എന്നെ കൊടുക്കുന്നത്. 7up പോലും 500. ഞങ്ങൾക്ക് വേണ്ടി നെയ്ച്ചോറും പീസും വാങ്ങി തന്ന് അതിന്റെ ബില്ല് അടച്ചതിന് കരുണയോട് എന്റെ പേരിലും ഈ കൂട്ടായ്മയുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. അടുത്ത ദിവസം കാണുമ്പോൾ എനിക്കൊരു പൊന്നാട അഭ്യർത്ഥിച്ചോളൂ. ഇതിങ്ങനെയല്ലേ സാധനം?